ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന യെശയ്യാ പ്രവാചകൻ ഒരു മനോഹരമായ ആരാധന അനുഭവത്തെയാണ് കാണുന്നത്. അദ്ദേഹം കാണുന്നത് സെറാഫുകൾ ദൈവത്തിന്റെ ചുറ്റും നിന്ന് ദൈവത്തെ സദാ പാടി സ്തുതിക്കുന്നതാണ്. സാറാഫുകൾ ലാറ്റിൻ ഗ്രീക്ക് ഭാഷയിൽ സെറാഫിം എന്നാണ് ഇവയെ പറയുന്നത്. അതിന്റെ അർത്ഥം ഹെവൻലി ബീയിങ്, സ്വർഗത്തിൽ വസിക്കുന്നവർ. ക്രിസ്തീയ പാരമ്പര്യത്തിൽ സറാഫുകൾക്ക് മാലാഖമാരിൽ 1-ാം സ്ഥാനമാണുള്ളത്. എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ, ജൂയിഷ് ട്രഡീഷനിൽ ഇവർക്ക് 5-ാമത്തെ സ്ഥാനമാണ് എന്ന് ഓർക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം പഠിപ്പിക്കുന്നത് ഈ സറാഫുകൾ ദൈവത്തിന്റെ ചുറ്റും നിന്നു എന്നതാണ്. സറാഫുകളുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കടമ എന്ത് എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിനോടൊപ്പം നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നതാണ്. 42-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പഠിപ്പിക്കുന്ന അനുഭവമാണിത്. മാൻ നീർച്ചൂടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഇതൊരു സജീവമായ, നിർജീവമല്ലാത്ത ഒരു അനുഭവമാണ് എന്ന് മനസ്സിലാക്കുക. നിസ്സാരമായി ചെയ്യുവാൻ കഴിയുന്ന, ലാഘവത്തോടെ ചെയ്യുവാൻ കഴിയുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ശ്രമകരമായ ഒരു അനുഭവമാണ്. വേദഭാഗം പഠിപ്പിക്കുന്നത് യെശയ്യാവ് 6-ാം അധ്യായം 2-ൽ ഈ സറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് സദാസമയവും പറന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ശ്രമകരമായി, താല്പര്യപൂർണമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു അനുഭവം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ഈ സെറാഫുകളെ പറ്റി പറയുന്നത് രാവും പകലും വിശ്രമം കൂടാതെ ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ഈ സാറാഫുകൾ എന്നാണ്. അപ്പോൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ദീനമാണോ സുഖമാണോ എന്ന വ്യത്യാസമില്ലാതെ, സന്തോഷമാണോ സന്താപമാണോ എന്ന വ്യത്യാസമില്ലാതെ ദൈവത്തോട് ഓരോ നിമിഷവും ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് മനസ്സിലാക്കുക.